സത്യദൈവത്തിൻ ഏകപുത്രനാം നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാ വരങ്ങൾ ചൊരികയെന്നിൽ. സുഭാഷിതം. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. Behold the proud, his soul is not upright in him, but the just shall live by his faith. എൻ്റെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും എന്നെ ധൈര്യപ്പെടുത്തുകയും ഞാൻ കൂടെ കൂടെ ഉദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു വാക്യമാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും എന്നുള്ളത്. ഹബക്കൂക്ക് പറഞ്ഞിരിക്കുന്ന ഈ വാചകം പുതിയ നിയമത്തിൽ 3 രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങളിൽ ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല എന്നെഴുതിയിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബക്കൂക്കിലൂടെ ദൈവം പറഞ്ഞ വാക്കുകളുടെ പ്രസക്തിയാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. ഹബക്കൂക്ക് പ്രവചനം 1-ാം അധ്യായം അവസാനിക്കുന്നത് ചില ചോദ്യങ്ങൾ പ്രവാചകൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ടായിരുന്നു. ഹബക്കൂക്ക് തന്റെ വിശ്വാസവുമായി പോരാടുകയായിരുന്നു. നീതിമാന്മാർ കഷ്ടപ്പെടുന്നതും ദുഷ്ടന്മാർ അഭിവൃദ്ധി പ്രാപിക്കുന്നതും അവൻ കണ്ടു. ഇത് ഹബക്കൂക്ക് മാത്രം ചോദിക്കുന്ന ചോദ്യങ്ങളല്ല. പലപ്പോഴും നാമും ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്തുകൊണ്ട്? എത്ര കാലം? എന്നിത് അവസാനിക്കും? ദൈവം ഇത് കാണുന്നില്ലേ? എന്തുകൊണ്ട് ദൈവം ഇത് സംഭവിക്കാൻ അനുവദിക്കുന്നു? എന്നിത്യാദി ചോദ്യങ്ങൾ ചോദിക്കാറില്ലേ? പലപ്പോഴും നമ്മുടെ വിശ്വാസവുമായി അത് പൊരുത്തപ്പെടുന്നില്ല. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നതുമില്ല. ഇവിടെ ഹബക്കൂക്കിന് ദൈവം ഉത്തരം നൽകുന്നു. ദൈവത്തെ വിശ്വസിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാത്തവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു. അത് നേരുള്ളതല്ല. ദുഷ്ടന്മാർ ഒടുവിൽ നശിക്കപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന നീതിമാൻ നിശ്ചയമായും എന്നേക്കും ജീവിച്ചിരിക്കും. വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പൗലോസ് പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാകുന്നു. യേശു കർത്താവിൽ വിശ്വസിച്ചവരാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരെ ദൈവം നീതീകരിച്ചിരിക്കുന്നു. അവർക്ക് നിത്യജീവനും നൽകിയിരിക്കുന്നു. ലോകത്ത് നടക്കുന്ന അനീതികളോ തിന്മയോ അധർമ്മമോ ഒരു വിശ്വാസിയെ സ്വാധീനിക്കുന്നില്ല. അവൻ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ജീവിക്കും. ആ വാക്കുകൾ എന്തുമാത്രം ആഴത്തിലുള്ളതാണെന്ന് നമ്മെ മനസ്സിലാക്കുവാൻ വിവിധ ഇടങ്ങളിൽ വേദപുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസത്താൽ ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എബ്രായർ ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടോ എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ആകയാൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ വിശ്വാസത്താൽ ജീവിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ അവിടുന്ന് അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. യഹോവയെ വാഴ്ത്തിടുവിൻ, കനിവിൻ കരങ്ങൾ ദിനം വഴി നടത്തും. നിന്നെ അന്ത്യത്തോളമെന്നും